പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് നല്ല മരണം എന്നാൽ എന്താണ് എന്നുള്ളതാണ്. ഒരു ചൈനീസ് പഴമൊഴി ഇപ്രകാരമാണ്: മരണത്തിന് മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്. കാരണം അയാൾ എങ്ങനെയാണ് മരിക്കുക എന്ന് ആർക്കും അറിയില്ല. വാഹനം, വീട്, സമ്പത്ത്, മക്കൾ, രോഗമില്ലാത്ത അവസ്ഥ, അടിക്കടിയുള്ള ഉയർച്ച, പ്രശസ്തി, ഇതുപോലെയുള്ള ഭൗതികമായ ചില ഘടകങ്ങളെ മുൻനിർത്തിയാണ് നാം ഒരാളുടേത് നല്ല ജീവിതമാണെന്ന് വിലയിരുത്തുന്നത്. ദാരിദ്ര്യവും രോഗവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉള്ള ജീവിതത്തെ നിർഭാഗ്യകരമായ ജീവിതമെന്ന് നാം വിശേഷിപ്പിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നല്ല മരണങ്ങളെ കുറിച്ചുള്ള നമ്മുടെ നിഗമനങ്ങൾ. വേദനയില്ലാത്തതും തനിക്കോ മറ്റുള്ളവർക്കോ ഭാരമോ ആകാത്തതും ഞൊടിയിടയ്ക്കുള്ളിൽ സംഭവിക്കുന്നതുമായ മരണത്തെ നാം നല്ല മരണമെന്നും ഭാഗ്യമരണമെന്നും വിളിക്കുന്നു. അവനൊരു ഭാഗ്യവാനാ, കിടന്നു നരകിക്കാതെയും ആരെയും ബുദ്ധിമുട്ടിക്കാതെയും അങ്ങ് പോയി എന്നാണ് ആകസ്മിക മരണങ്ങളെ കുറിച്ച് ഉള്ള ചില പ്രതികരണങ്ങൾ. എല്ലാ മനുഷ്യരും എളുപ്പത്തിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഹൃദയസ്തംഭനം, ഉറക്കത്തിലുള്ള മരണം, കുഴഞ്ഞു വീണുള്ള മരണം, അങ്ങനെ നല്ലതെന്ന് തോന്നുന്ന ചില മാർഗങ്ങൾ പലരും കണ്ടുവച്ചിട്ടുണ്ട്. എന്നാൽ എങ്ങനെ മരിക്കണമെന്നതിനെ കുറിച്ചുള്ള അന്തിമ വിധി ദൈവത്തിൻ്റെത് മാത്രമാണ്. അസുഖം വന്ന് കിടപ്പിലായി പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരുന്ന, കിടന്ന് ശരീരം പൊട്ടി മരണതുല്യമായ വേദന അനുഭവിച്ചതിന് ശേഷമുള്ള, ജീവിച്ചിരിക്കാനും മരിക്കാനും ആകാത്ത അവസ്ഥയിൽ ദിനരാത്രങ്ങൾ തള്ളി നീക്കിയതിന് ശേഷമുള്ള ഒരു മരണം ആരും ആഗ്രഹിക്കുന്നില്ല. അതിന് ദൈവശാപമായി പോലും കരുതുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ വിശുദ്ധ അൽഫോൻസാമ്മയുടെ കാര്യമോ? രോഗങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ഒരു ജീവിതത്തിനു ശേഷമുള്ള വേദനാകരമായ ഒരു മരണമായിരുന്നു അത്. ഇതുപോലെ എത്ര വിശുദ്ധരാണ് അതികഠിനമായ സഹനം സ്വീകരിച്ച് മരിച്ചത്. അപ്പോൾ രോഗദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ഒരു മരണം ഭാഗ്യമരണം അല്ലാതാകുന്നില്ല. മരണത്തിന് മുമ്പുള്ള ഓരോ രോഗവും ഓരോ വേദനയും ദൈവത്തെ അറിഞ്ഞും സ്നേഹിച്ചും കൊണ്ടുള്ള ഒരു മരണത്തിലേക്കാണ് നയിക്കുന്നതെങ്കിൽ അത് ഭാഗ്യമരണമാണ്. മരണം ഏത് രൂപത്തിൽ എപ്പോൾ നമ്മിലേക്ക് കടന്നു വരുമെന്ന് നമുക്ക് ആർക്കും ഗണിക്കാനാവില്ല. ഏതു മരണം നല്ലത്, ഏതു മരണം മോശം എന്നൊക്കെ മാനുഷികമായി വിലയിരുത്തുന്നത് പോലും അപ്രകാരം മരിച്ചവരോടുള്ള അനാദരവായി മാറിയേക്കാം. നല്ല മരണം എന്നാൽ ദൈവവിചാരത്തോടെയുള്ള, ദൈവമേ എന്ന് വിളിച്ചുള്ള മരണമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര നേരം ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഇതാണ്. നല്ല മരണം എന്നാൽ എന്താണ്? നല്ല മരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കട്ടിലേ കടന്ന് ശാന്തമായി മരിക്കുന്ന ഒരു മരണമല്ല. നമ്മൾ എങ്ങനെ മരിച്ചാലും നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് നേരെ സ്വർഗത്തിൽ പോകാനുള്ള വിശുദ്ധി ഉണ്ടെങ്കിൽ അത് നല്ല മരണമാണ്. നമ്മൾ അപകടത്തിൽപ്പെട്ട് മരിച്ചാലും, വെള്ളത്തിൽ മുങ്ങി മരിച്ചാലും, ആരെങ്കിലും നമ്മളെ കൊന്നാലും, എങ്ങനെ നമ്മൾ മരിച്ചാലും നമ്മൾ മരിക്കുന്ന സമയത്ത് നേരെ നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള വിശുദ്ധി ഉണ്ടെങ്കിൽ എങ്ങനെ മരിച്ചാലും അത് നല്ല മരണമാണ്. അല്ലാതെ നമ്മൾ ഒരു 100 വയസ്സ് വരെ ജീവിച്ചിട്ട് കട്ടിലേ കടന്ന് ശാന്തമായി മരിച്ച് നേരെ നരകത്തിലോട്ടാണ് പോകുന്നതെങ്കിൽ ആ മരണം ഒരു നല്ല മരണമല്ല. അവിടെ നമ്മൾ എങ്ങനെ മരിക്കണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. അത് നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാം. പക്ഷെ നമ്മളെ ദൈവം സ്വർഗം വിളിച്ചാലും, നമ്മൾ മരിക്കാൻ ദൈവം തീരുമാനിച്ചാലും, ആ മരിക്കുന്ന സമയത്ത് നമുക്ക് അല്ല സ്വർഗത്തിൽ പോകാനുള്ള വിശുദ്ധി വേണം എന്ന് നിർബന്ധമാണ്. ബൈബിള് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, നമ്മൾ എത്ര വലിയ പാപം ചെയ്താലും നമുക്ക് മരണനേരം വരെ പശ്ചാത്തപിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പലരും ഒത്തിരി പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ
അവര് ക്രിസ്ത്യാനികളാണെങ്കിൽ നല്ലൊരു കുമ്പസാരം, തുറന്ന കുമ്പസാരം നടത്തി പാവങ്ങൾ ഏറ്റുപറയുക. ഇനി മറ്റു മതസ്ഥരാണെങ്കിൽ അവർ ദൈവത്തോട് നേരിട്ട് പാവങ്ങൾ ഏറ്റുപറയുക. അങ്ങനെ നമുക്ക് പാവം വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവം വലിയ കരുണാമയനാണ്. ഏത് പാപവും മോചിക്കാൻ ദൈവത്തിന് പറ്റും എന്ന ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് പാപം വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ പാപവും ദൈവത്തിന് കർത്താവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് നമ്മൾ കാഴ്ചവെച്ച് കഴിയുമ്പോൾ ദൈവത്തിന് ആ പാപം നമ്മളിൽ നിന്ന് ക്ഷമിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിന്റെ മരണം നമ്മൾ വളരെ വ്യക്തമായി കാണുന്നുണ്ടല്ലോ. കർത്താവ് അന്നത്തെ കാലത്ത് ഏറ്റവും നിന്ദ്യമായ ക്രൂരമായ മരണമാണ് ഏറ്റെടുത്തത്. അത് കുരിശുമരണമാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ മരിക്കണ എങ്ങനെയാണ്, നല്ല രീതിയിൽ മരിക്കണമെന്നാണ് നല്ല മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ കർത്താവിന് അങ്ങനെയാണ് നമ്മുടെ ധാരണ പോലെയുള്ള നല്ല മരണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കട്ടിലേ കിടന്ന് ശാന്തമായി മരിച്ചാൽ പോരെ. കർത്താവ് എന്തിനാണ് ഇത്രയും നിന്ദ്യമായ ക്രൂരമായ കുരിശുമരണം ഏറ്റെടുത്തത്? അതുകൊണ്ട് അതിൽ നിന്ന് നമുക്കൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാവും. കർത്താവ് ഇത്രയും പാടുപീട സഹിച്ച് കഷ്ടപ്പെട്ട് കുരിശിൽ മരിച്ചെങ്കിൽ അത് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ കർത്താവിന്റെ ആ മരണം ഒരു നല്ല മരണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ നല്ല മരണം എന്ന് ഉദ്ദേശിക്കുന്നത് ശാന്തമായി കട്ടിലേ കിടന്ന് മരിക്കുന്ന ഒന്നല്ല. നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള വിശുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ മരിച്ചാലും അത് നല്ല മരണമാണ്. പിന്നെ മരണം എന്ന് പറയുന്നത് ഒന്നിന്റെ അവസാനമല്ല എന്ന് ഞാൻ ഇതിനു മുമ്പുള്ള പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മരണം എന്ന് പറയുന്നത് ഒന്നിന്റെ അവസാനമല്ല, പുതിയ ജീവിതത്തിന്റെ ആരംഭമാണ്. അതുകൊണ്ട് ഈ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി സഹനങ്ങൾ വന്നു, ഒത്തിരി കഷ്ടത വന്നു. നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ കഷ്ടത മാറുന്നില്ലെങ്കിൽ നമ്മൾ ആ കഷ്ടത ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ പല അപകടങ്ങളിലൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ മരിച്ചു പോയിട്ടുള്ളവരെ കുറിച്ച് അത് ദുർമരണം എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. എങ്ങനെ മരിച്ചാലും നമുക്ക് ദുർമരണം എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. കാരണം എങ്ങനെ മരിച്ചാലും ആ മരിച്ച ആള് മരിച്ചു കഴിഞ്ഞപ്പോൾ നേരെ സ്വർഗത്തിൽ പോയെങ്കിൽ അത് നല്ല മരണമാണ്. ആത്മഹത്യ ചെയ്ത ഒരാള് നരകത്തിൽ പോയി എന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുകയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആത്മഹത്യ ഇപ്പൊ തൂങ്ങി മരണമാണ് ഒരാളുടെ എന്ന് നമ്മൾ സങ്കല്പിക്കുക. ആ തൂങ്ങി മരിക്കാൻ നേരത്തെ കഴുത്തേരെ കുടുക്കിട്ട് അത് ചാടുന്ന സമയത്ത് ഒരു സെക്കൻഡെങ്കിലും പശ്ചാത്താപിച്ചു കഴിഞ്ഞ് ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ ദൈവം ആ പാവം മോഹിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യണ എല്ലാവരും നരകത്തിൽ പോയി എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഇനി ഇതിനു മുമ്പ് ഞാൻ ആത്മഹത്യയെ കുറിച്ച് ഉള്ള പ്രസംഗം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് നല്ല മരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മരിക്കാൻ നേരത്ത് എങ്ങനെ മരിച്ചാലും നമുക്ക് മരിച്ചു കഴിയുമ്പോൾ നേരെ സ്വർഗത്തിൽ പോകാനുള്ള വിശുദ്ധി വേണം. അങ്ങനെ വിശുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ മരിച്ചാലും അത് നല്ല മരണമാണ്. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.